كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. സൂറത്തുൽ ബഖറയിലെ 28-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഏതാനും ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വകുന്തും അംവാതൻ ഫഅഹ്യാകും, ഈ രണ്ട് സ്ഥലങ്ങളിൽ നാം മണിക്കേണ്ടതാണ്. ഇഖ്ഫാഉൻ ഹഖീഖി എന്നാണ് ഈ രണ്ട് നിയമങ്ങൾക്കും പറയുക. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദവും തൻവീൻ്റെ ശബ്ദവും അവ്യക്തമാക്കിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അതിനുശേഷം സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും സുമ്മ ഇലൈഹി തുർജഊൻ 3 പ്രാവശ്യം സുമ്മ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം മീമിൻ്റെ മേലെ ഷദ്ദാണുള്ളത്. അപ്പോൾ 2 ഖദർ മണിക്കേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 28-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ കടക്കുകയാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും സുമ്മ ഇലൈഹി തുർജഊൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കർത്ഥങ്ങൾ കൈഫ എങ്ങനെ, തക്ഫുറൂന നിങ്ങൾ അവിശ്വസിക്കും, ബില്ലാഹി അല്ലാഹുവിൽ, വകുൻതും നിങ്ങളായിരിക്കെ, അംവാതൻ നിർജീവികൾ, ഫഅഹ്യാകും എന്നിട്ട് അവൻ നിങ്ങളെ ജീവിപ്പിച്ചു, സുമ്മ പിന്നീട്, യുമീതുക്കും നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു, സുമ്മ യുഹ്യീക്കും പിന്നെ നിങ്ങളെ അവൻ ജീവിപ്പിക്കുന്നു, സുമ്മ ഇലൈഹി പിന്നെ അവനിലേക്ക്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നു. അപ്പോൾ ഈ വാക്കർത്ഥങ്ങൾ ചേർത്തിക്കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, എങ്ങനെ നിങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിക്കും, നിങ്ങൾ നിർജീവികളായിരുന്നു എന്നിട്ട് നിങ്ങളെ അവൻ ജീവിപ്പിച്ചിരിക്കുന്നുവെന്നിരിക്കെ പിന്നെ അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു, പിന്നെ വീണ്ടും അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നു, പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നു. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ 28-ാമത്തെ ആയത്തിന്റെ അർത്ഥം. ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹുവിന്റെ അസ്തിത്വവും അള്ളാഹുവിന്റെ കഴിവും അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട അനിവാര്യതയും നമ്മുടെ എല്ലാം മരണത്തിന് ശേഷമുള്ള പുനർജീവിതവും ഇതെല്ലാം സ്ഥാപിക്കുന്നതിനു വേണ്ടി മനുഷ്യനെ വളരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വകുൻതും അംവാതൻ ഫഅഹ്യാകും നിങ്ങൾ നിർജീവികളായിരുന്നു എന്നിട്ട് അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത് എന്നാണ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ ഈ വിഷയം? നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഹൽ ഹത്താ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സൂറത്ത് ഇൻസാനിലെ 1-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു കാലഘട്ടം നമുക്കെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യൻ എന്ന അവസ്ഥ പോയിട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വസ്തു എന്ന് പോലും പറയപ്പെടാനില്ലാത്ത ഒരു കാലം, തീർത്തും ശുദ്ധമായ ശൂന്യമായ ഒരു നീണ്ട കാലഘട്ടം നമുക്കെല്ലാം സഹോദരങ്ങളെ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾ നിർജീവികളായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? അത്ഭുതമാണ്, നമുക്കെങ്ങനെയാണ് ജീവൻ ലഭിച്ചത്? ഈ വിഷയം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മളോട് എടുത്തു പറയുന്നത്. നിർജീവമായ ഒരു കാലഘട്ടത്തിന് ശേഷം
ആ കാലഘട്ടത്തിന് വിരാമമിട്ടുകൊണ്ട് നമുക്കെല്ലാം അസ്തിത്വം നൽകിയത് അത് കേവലം ശുഭമുഹൂർത്തത്തിൽ പെട്ടെന്നങ്ങ് അത് സ്വയം ഉണ്ടായതല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൃത്യമായ തീരുമാനവും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള കഴിവുമാണ് എന്ന് ബുദ്ധി കൊടുക്കുന്ന ഏതൊരാൾക്കും സമ്മതിക്കുവാൻ വേണ്ടി കഴിയുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ജനിച്ച ദിവസത്തിന്റെ 8-10 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരായിരുന്നു? പിതാവിന്റെ ജനനേന്ദ്രിയത്തിലെ ഒരു ബീജവും മാതാവിന്റെ ജനനേന്ദ്രിയത്തിലെ ഒരു അണ്ഡവുമായി തികച്ചും അപരിചിതമായ 2 അർദ്ധകോശങ്ങളായിരുന്നു നമ്മൾ, അല്ലേ? ഈ അർദ്ധകോശങ്ങളെ സംയോജിപ്പിക്കുകയും പ്രത്യേകമായ സംരക്ഷണത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത് അത് യാദൃശികമായി ഒരു പ്ലാനിങ്ങും കൂടാതെ വെറുതെ സംഭവിച്ചതാണ് എന്ന് ബുദ്ധിയുള്ള ആരും പറയുകയില്ല സഹോദരങ്ങളെ. ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആർക്കും അങ്ങനെ പറയുവാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് അള്ളാഹുവിന്റെ ചോദ്യം പ്രസക്തമാകുന്നത്. കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നത് എന്ന്. മനുഷ്യന്റെ ജനനമെന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് വലിയ ഒരു അത്ഭുതമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് നമുക്ക് ആധുനിക ശാസ്ത്രം പറഞ്ഞു തരികയാണ്, പുരുഷൻ ഒരു പ്രാവശ്യം സ്രവിക്കുന്നത് 200 കോടിയോളം വരുന്ന ബീജങ്ങളാണ്. അതായത് 1 മില്ലി ലിറ്റർ ശുക്ലത്തിൽ 20 മുതൽ 40 കോടി വരെ ബീജങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് കണക്ക്. അതിൽ 1 മില്ലി ലിറ്ററിൽ 2 കോടിയിൽ കുറവാണ് ബീജത്തിന്റെ അളവ് എങ്കിൽ ബീജസങ്കലനം നടക്കുകയില്ല എന്ന. എങ്കിൽ സഹോദരങ്ങളെ, അണ്ഡവുമായി സംയോജിക്കാൻ ഒരൊറ്റ ബീജത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് 1 മില്ലി ലിറ്ററിൽ 2 കോടിയിൽ കുറവാണ് ബീജത്തിന്റെ അളവ് എങ്കിൽ ബീജസങ്കലനം നടക്കുകയില്ല എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത്. എന്താ അതിന് കാരണം? അതിന് വസ്തുനിഷ്ഠമായ ഒരു കാരണം പറയാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇനി നാളെ ഒരുപക്ഷെ നമ്മൾ അത് കണ്ടെത്തിയേക്കാം, അള്ളാഹു ആലം. ഏതായാലും സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സ്രവിക്കപ്പെടുന്ന മുഴുവൻ ശുക്ലത്തിൽ നിന്നല്ല മനുഷ്യന് സൃഷ്ടിക്കപ്പെടുന്നത്, മറിച്ച് ശുക്ലത്തിൽ അടങ്ങിയിരിക്കുന്ന അനേകം കോടി ബീജങ്ങളിൽ ഒന്നിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത്. ആരായിരുന്നു നമ്മളെന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ചോദിക്കുന്നത്. അലം യകു നുത്ഫതൻ മിൻ മനിയ്യിൻ യുബ്നാ, അവൻ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ എന്ന് സൂറത്തു ഖിയാമയിലെ 37-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നോക്ക് സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് എന്താ? അവൻ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ എന്നാണ്. ശുക്ലത്തിൽ അടങ്ങിയിരിക്കുന്ന അനേകം കോടി ബീജങ്ങളിൽ ഒന്നിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന്. സഹോദരങ്ങളെ, 7-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ജീവിച്ച ഒരാൾക്ക് ഈ ആശയങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മുഴുവൻ ദ്രാവകത്തിൽ നിന്നല്ല ഒരു കുഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്നത്. അള്ളാഹു ഒരു കാര്യം സൃഷ്ടിക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ അവനെ അശക്തനാക്കാൻ കഴിയുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം മാത്രമാണ് നമുക്കിതെല്ലാം കൃത്യമായി ശാസ്ത്രീയമായി മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് 14 നൂറ്റാണ്ട് മുമ്പ് ഇത്ര കൃത്യമായി കൊണ്ട് മുഴുവൻ ദ്രാവകത്തിൽ നിന്നല്ല ഒരു കുഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിഞ്ഞത്? എങ്ങനെയാ? അതിനുള്ള ഉത്തരമാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല, അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു എന്ന് സൂറത്തു നജ്മിലെ 3-4 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. ഇവിടെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നത്. കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നത് എന്ന്. കഴിഞ്ഞ 18-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് പൊതുവെ നിലനിന്നിരുന്ന വിശ്വാസം ഒരു കുഞ്ഞിന്റെ സൃഷ്ടിയിൽ പുരുഷ ബീജത്തിന് മാത്രമാണ് പങ്കുണ്ടായിരുന്നത് എന്നാണ്. ആ കുഞ്ഞിന് വളരെ ആവശ്യമായ ഒരു പാത്രം മാത്രമാണ് ഗർഭാശയമെന്നായിരുന്നു സഹോദരങ്ങളെ 18-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന വിശ്വാസം. എന്നാൽ അതിനെത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ പ്രഖ്യാപിച്ചതാണ്, തീർച്ചയായും നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. എന്തിനേറെ, ഒരു യഹൂദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുക്കുന്നത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് 2-ൽ നിന്നുമാണ്, പുരുഷ ബീജത്തിൽ നിന്നും സ്ത്രീ ബീജത്തിൽ നിന്നുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയത് ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയ ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് സഹോദരങ്ങളെ. അതുമാത്രമല്ല, ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ ലിംഗവ്യത്യാസത്തിനുള്ള കാരണം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരിക, പുരുഷന്റെ ദ്രാവകം വെളുത്തതും കട്ടി കൂടിയതുമാണ്,
സ്ത്രീയുടേതാകട്ടെ അത് മഞ്ഞയും കട്ടി കുറഞ്ഞതുമാണ്. പുരുഷന്റെ ദ്രാവകം സ്ത്രീയുടേതിന് മുകളിലായാൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അതൊരു ആൺകുഞ്ഞായിരിക്കും. ഇനി സ്ത്രീയുടെ ദ്രാവകം പുരുഷന്റേതിന് മുകളിലായാൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അതൊരു പെൺകുഞ്ഞായിരിക്കുമെന്ന് ഇമാം മുസ്ലിമും ഇമാം നസായിയും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഇതാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനത്താല ഒരുക്കിയ ഒരു സംവിധാനമാണ്. നിർജീവമായ അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ജീവൻ നൽകി, മനുഷ്യനെന്ന അസ്തിത്വം നൽകി, ഈ ദുനിയാവിൽ ജീവിക്കുവാൻ അവസരം നൽകിയിരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി കുറച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആ മനുഷ്യൻ മരണപ്പെടുകയാണ്. പിന്നീട് അള്ളാഹു അവന് വീണ്ടും ജീവൻ നൽകും, ഉയർത്തി എഴുന്നേൽപ്പിക്കും. ആദ്യം ഒരു നീണ്ട കാലഘട്ടം നിർജീവമായ അവസ്ഥയിലായിരുന്ന മനുഷ്യന് ആരാണോ ഒരു ജീവൻ നൽകി അസ്തിത്വം നൽകിയത് അവൻ തന്നെ അവനെ മരിപ്പിക്കുകയും പിന്നെ വീണ്ടും ജീവൻ നൽകുകയും ചെയ്യും. ഈ മൂന്ന് അവസ്ഥയും സഹോദരങ്ങളെ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ നിന്നുള്ള വിശദീകരണം കൊടുത്തതിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ആദ്യം അസ്തിത്വമുള്ളവനായിരുന്നില്ല. അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് ശൂന്യമായിരുന്നു അവന്റെ അവസ്ഥ. എന്നാൽ അവൻ ജീവൻ നൽകുകയും മരിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും മനുഷ്യന് ജീവൻ നൽകിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ പരലോകത്ത് സത്യനിഷേധികൾ, സഹോദരങ്ങളെ, സത്യനിഷേധികൾ വിലപിച്ചുകൊണ്ട് പറയുമെന്ന്, റബ്ബനാ അമത്തനാ ഇസ്നതൈനി വഅഹ്യൈതനാ ഇസ്നതൈൻ, 2 പ്രാവശ്യം നീ ഞങ്ങളെ നിർജീവാവസ്ഥയിലാക്കുകയും 2 പ്രാവശ്യം നീ ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്തു എന്ന് സത്യനിഷേധികളായ ആളുകൾ വിലപിച്ചുകൊണ്ട് പറയുമെന്നാണ് നാളെ പരലോകത്ത് സൂറത്ത് മുഅ്മിനിൽ 11-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം അതേ സത്യനിഷേധികൾ പറയുന്നത് അതേ ആയത്തിലും അതിന്റെ തുടർച്ചയായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താ സത്യനിഷേധികൾ പറയുന്നത്? ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഅൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, എന്നാൽ ഞങ്ങളിതാ ഞങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിച്ചിരിക്കുന്നു, ആകയാൽ ഒന്ന് പുറത്തു പോകേണ്ടതിലേക്ക് വല്ല മാർഗവുമുണ്ടോ എന്ന്. ദാലികും ബിഅന്നഹു ഇദാ ദുഇയ അല്ലാഹു വഹ്ദഹു കഫർതും വഇൻ യുശ്റക് ബിഹി തുഅ്മിനു, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കപ്പെട്ടാൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനോട് പങ്കാളികൾ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നത് നിമിത്തമാണ് ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയുൽ കബീർ, എന്നാൽ ഇന്ന് വിധി കൽപ്പിക്കാനുള്ള അധികാരം ഉന്നതനും മഹാനുമായ അല്ലാഹുവിനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന സൂറത്ത് മുഅ്മിനിലെ 11-12 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ, എങ്ങനെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കും? നിങ്ങൾ നിർജീവികളായിരുന്നു, എന്നിട്ട് നിങ്ങളെ അവൻ ജീവിപ്പിച്ചിരിക്കുന്നു എന്നിരിക്കെ, പിന്നെ അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു, പിന്നെ വീണ്ടും അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നു, പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൽ നമ്മൾ അവിശ്വസിക്കരുത്. നിർജീവികളായിരുന്ന നമ്മളെ ജീവിപ്പിച്ചതും പിന്നീട് മരണപ്പെടുത്തുന്നതും പിന്നീട് വീണ്ടും ജീവിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിഷ്കളങ്കമായ ഹൃദയത്തോടെ ആ അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കണം. അതാണ് ഈ 28-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.